ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആഷാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചീര ചേമ്പ് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ചീര എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ ചേമ്പും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ചീര ചേമ്പ് എന്നുള്ളത് അധികം ആൾക്കാർ അങ്ങനെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇതാണ് കേട്ടോ സംഭവം. ചീര ചേമ്പ്, അതായത് നമ്മുടെ ചേമ്പില പോലെ ഈ വെള്ളം ഈ ഇലയിൽ തങ്ങി നിൽക്കില്ല. നമ്മൾ സാധാരണ ചേമ്പിലയിൽ അങ്ങനെയാണല്ലോ പറയണത്, ഒരു ഡ്രോപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അങ്ങനെ കിടക്കാം. അത് കാണാൻ തന്നെ നല്ല രസമല്ലേ. പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആ ഒരു തണ്ടും അതുപോലെ താളെന്നാണ് ഇവിടെ പറയണത്, താളും അതുപോലെ ഇലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ താളിൻ്റെ ഒരു എന്താ പറയുക, ഒരു നാരൊക്കെ നമ്മൾ ഒന്ന് വലിച്ച് കളയണം, തൊലിയൊക്കെ ചെത്തി കളയണ്ട, അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കളയണം കേട്ടോ തൊലി. ഇതുപോലെ ഒന്ന് വലിച്ച് ഇങ്ങനെ വിട്ടേച്ചാൽ മതി. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് അരിയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഇത് ഒരു സ്പോഞ്ച് പോലെ ഒക്കെ ഇരിക്കും അത് അരിഞ്ഞ് വരുമ്പോഴേക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഇലയുടെ ആണെങ്കിലും ആ മേളിലത്തെ ആ ഒരു തണ്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. കളഞ്ഞില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്നിട്ട് ഇത് എല്ലാ ഇലകളും കൂടി ഇതുപോലെ കൂട്ടി വെച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് ഇലയൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ചീരയൊക്കെ അരിഞ്ഞെടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ കറികൾക്കൊക്കെ സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണയായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. പിന്നെ വേണ്ടത് 2 ഉണക്കമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, നമ്മൾ സ്പഞ്ച് പോലെ എന്ന് പറഞ്ഞില്ലേ, ആ സംഭവം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇല നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് നല്ലപോലെ വെന്തതിന് ശേഷം വേണം നമുക്ക് ഇല ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ഇലയ്ക്ക് അധികം വേവില്ലല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം. പിന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 6 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് എന്താ പറയുക, മെക്സിക്കൻ മുളകുണ്ടല്ലോ, നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് കുറച്ച് എടുത്ത് വെച്ചാൽ മതി. അത് എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കറക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഒതുക്കിയെടുക്കുക. അതായത് ശരിക്കും അങ്ങോട്ട് അരഞ്ഞു പോകരുത്, അതുപോലെ വന്നിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു താള് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ വെള്ളമൊക്കെ തന്നെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതായത് തുറന്ന് വെച്ചാലാണ് ആ വെള്ളമൊക്കെ ശരിക്കും വറ്റി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതായിപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇല ഇട്ട് കൊടുക്കാം. താളിൻ്റെ ഇല ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇലയൊക്കെ കാണുമ്പോൾ ഒരുപാടുള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതുണ്ടാക്കി വരുമ്പോഴത്തേനും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതൊക്കെ ചുങ്ങി കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. അപ്പോഴത്തേനും നല്ലപോലെ ഇങ്ങനെ ചുങ്ങി വരും. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്ത് നിന്നുള്ള ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെള്ളമൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിരത്തി ഒന്ന് ഇട്ട് കൊടുക്കണത്. അതുപോലെ തന്നെ ഇതിന് മൂടി വെക്കരുത് കേട്ടോ. ഇതിന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങനെ ഇരുന്നിട്ടുള്ള ആവി കൊണ്ടുള്ള വെള്ളവും കൂടെ ഇറങ്ങി അതാകെ ഒരു എന്താ പറയുക, ഒരു രസമാവില്ല. അത് നമ്മൾ ഈ ഇലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം ഒന്ന് തുറന്നിട്ട് വെച്ചേക്കണം കേട്ടോ, എന്നാലാണ് അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇനി ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. ആ ഇലയിലിട്ട് തന്നെ കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ചീര ചേമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടുതൽ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആഷാസ് ക്രിയേഷൻസ്.